രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 44ാമത്തെ ദശകം നോക്കാം. നാമകരണവും ജാതകഫല കഥനവും. 1-ാമത്തെ ശ്ലോകം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. പദം മുറിച്ച് പറയാം. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാ തത്വഃ ഗർഗമുനിഃ ത്വത് ഗൃഹം വിഭോ ഗതവാൻ. വിഭോ ഹൃദ്ഗതഹോരാതത്വ. ഗുരുവായൂരപ്പ, ജ്യോതിശാസ്ത്രതത്വം ഹൃദ്സ്ഥമാക്കിയിട്ടുള്ള ഗർഗമുനി, ഗർഗമഹർഷി, ഗൂഢം വസുദേവഗിര, ഗൂഢമായി വസുദേവര് പറഞ്ഞ വാക്കിനാൽ, നിഷ്ക്രിയസ്യ തേ, അങ്ങേക്ക് കർമ്മബന്ധമില്ലാത്ത സംസ്കാരാൻ കർത്തും, നാമകരണം മുതലായ സംസ്കാരങ്ങൾ ചെയ്യാനായിട്ട്, ത്വത് ഗൃഹം ഗതവാൻ, അങ്ങയുടെ ഗൃഹത്തിലേക്ക് വന്നു. ഭഗവാന്റെ നാമകരണം എങ്ങനെയായിരുന്നു, അതുപോലെ ആരാണ് ചെയ്തത്, ഏതൊക്കെ നാമങ്ങളാണ്, ഇതൊക്കെയാണ് ഈ ദശകത്തിൽ പറയുന്നത്. മേൽപ്പത്തൂര് പറയുകയാണ്, ഗുരുവായൂരപ്പ, ജ്യോതിശാസ്ത്രം ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന ഗർഗമഹർഷി വസുദേവർ പറഞ്ഞതനുസരിച്ചിട്ട് യാതൊരു കർമ്മബന്ധവും ഇല്ലാത്ത അങ്ങേക്ക് നാമകരണം മുതലായ ചടങ്ങുകൾ നടത്താൻ അങ്ങയുടെ ഗൃഹത്തിലേക്ക് വന്നു. ഇനി 2-ാമത്തെ ശ്ലോകം. നന്ദോധനന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വസംസ്കാരാൻ വിധാതുമുസ്സുഗധീഃ. പദം മുറിച്ച് പറയാം. നന്ദഃ അഥ നന്ദിത ആത്മാ വൃന്ദിഷ്ടം മാനയൻ അമും യമിനാം മന്ദസ്മിത ആർദ്രം ഊജേ ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധീഃ. അഥ നന്ദഃ നന്ദിതാത്മാ, അനന്തരം നന്ദഗോപര് സന്തുഷ്ടഹൃദയനായിട്ട്, ത്വത് സംസ്കാരാൻ വിധാതും, അങ്ങയുടെ നാമകരണം മുതലായ സംസ്കാരങ്ങൾ നടത്താനായിട്ട്, ഉത്സുകധീഃ, ഉത്സാഹത്തോടെ, യമിനാം, മുനിമാരില്, വൃന്ദിഷ്ടം, ശ്രേഷ്ഠനായ, അമും, ഈ ഗർഗനെ, മാനയൻ, മാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, മന്ദസ്മിത ആർദ്രം ഊജേ, ആർദ്രമായ മന്ദസ്മിതത്തോടു കൂടിയിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു. ഗർഗാചാര്യര് നന്ദഗൃഹത്തിലേക്ക് വന്ന സമയത്ത് നന്ദഗോപര് കുഞ്ഞിൻ്റെ നാമകരണം മുതലായവ നടത്തുവാനുള്ള അത്യുത്സാഹത്തോടു കൂടിയിട്ട് മുനിമാരിൽ വെച്ച് അതിശ്രേഷ്ഠനായ ഗർഗാചാര്യരെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, പുഞ്ചിരിയോടുകൂടി അങ്ങനെ നന്ദഗോപരോട് ഗർഗമുനി ഇങ്ങനെ പറഞ്ഞു. ഇനി 3-ാമത്തെ ശ്ലോകം. യദുവംശാചാര്യത്വാദ് സുനിഭൃതമിതമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. പദം മുറിച്ച് പറയാം. യദുവംശ ആചാര്യത്വാദ് സുനിഭൃതം ഇദം ആര്യ കാര്യം ഇതി കഥയൻ ഗർഗഃ നിർഗത പുളകഃ ചക്രേ തവ സാഗ്രജസ്യ നാമാനി. ആര്യ യദുവംശ ആചാര്യത്വാത്, മഹാത്മാവേ, യദുവംശത്തിൻ്റെ ആചാര്യത്വം എനിക്ക് ഉള്ളതുകൊണ്ട്, ഇതം സുനിഭൃതം കാര്യം, ഇത് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതി കഥയൻ ഗർഗഃ, എന്ന് പറഞ്ഞിട്ട് ഗർഗമുനി നിർഗതപുളകഃ, രോമാഞ്ചം കൊണ്ടു, സാഗ്രജസ്യ
ജ്യേഷ്ഠനോട് കൂടിയിട്ട് ബലരാമനോട് കൂടിയിട്ട് തവ അങ്ങേക്ക് നാമാനി ചക്രേ നാമങ്ങളെ ചെയ്തു, പേരിട്ടു. ഇവിടെ യാദവകുലത്തിൻ്റെ ആചാര്യനാണ് ഗർഗാചാര്യർ. അപ്പോൾ ഗർഗമുനി പേരിട്ടു എന്നറിഞ്ഞാൽ, കംസൻ മുതലായവർ അറിഞ്ഞാൽ ഈ കുട്ടി യദുകുമാരനാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങ് അത്യന്തം രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗർഗമുനി ഉൾപ്പുളകത്തോടു കൂടിയിട്ട്, രോമാഞ്ചത്തോടു കൂടിയിട്ട് ഗുരുവായൂരപ്പ അങ്ങേക്ക് പേരിട്ടു. ഇനി 4-ാമത്തെ ശ്ലോകം. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ നാമ രഹസ്യ വിഭോ. പദമുറിച്ച് പറയാം. കഥം അസ്യ നാമ കുർവേ സഹസ്രനാംനഃ ഹി അനന്തനാംനഃ വാ ഇതി നൂനം ഗർഗമുനിഃ ചക്രേ തവ നാമ നാമ രഹസി വിഭോ. സഹസ്രനാംനഃ ഹി 1000 നാമങ്ങൾ ഉള്ളവനോ അതോ അനന്തനാംനവ എണ്ണമറ്റ നാമങ്ങൾ ഉള്ളവനോ ആയ അസ്യ ഇവന് കഥം നാമ കുർവേ എങ്ങനെ പേരിടും. ഇതി നാമ ഇപ്രകാരം ചിന്തിച്ചിട്ട് നൂനം തീർച്ചയായും ഗർഗമുനി ഗർഗമഹർഷി വിഭോ തവ നാമ ഭഗവാനെ അങ്ങയുടെ നാമകരണം രഹസി ചക്രേ രഹസ്യമായിട്ട് ചെയ്തു. അപ്പോൾ എണ്ണമറ്റ ആയിരക്കണക്കിന് പേരുകളുള്ള ഇവന് ഞാൻ വേറെ എന്ത് പേരാണ് ഇടേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, ആ ഗർഗ മഹർഷി അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം അങ്ങേക്ക് അങ്ങയുടെ നാമകരണം മറ്റാരും അറിയാതെ രഹസ്യമായിട്ട് തന്നെ നിർവഹിച്ചത്. ഇനി 5-ാമത്തെ ശ്ലോകം. കൃഷിധാതു നഗാരാഭ്യാം സത്താനന്ദാത്മദാം കിലാഭിലപത് ജഗദഘകർഷിത്വം വാ കഥയദൃശി കൃഷ്ണനാമത്തെ വ്യതനോത്. പദമുറിച്ച് പറയാം. കൃഷി ധാതു നകാരാഭ്യാം സത്ത ആനന്ദ ആത്മദാം കില അഭിലപത് ജഗത് അഘകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമ തേ വ്യതനോത്. കൃഷിധാതു നകാരാഭ്യാം കൃഷ് എന്ന ധാതു കൊണ്ടും കൃഷധാതു സത്തയെ സൂചിപ്പിക്കുന്നു. സത്ത എന്ന ശബ്ദത്തിന് ഉള്ളത് എന്നും നല്ലത് എന്നും അർത്ഥമുണ്ട്. കൃഷധാതുവിന് കർഷതി എന്നർത്ഥം, ആകർഷിക്കുന്നത്. നദ് ധാതുവാണ് പിന്നീട് നകാരമായിട്ട് മാറുന്നത്. അപ്പോൾ നദ് ധാതു ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. കൃഷിർഭൂവാചക ശബ്ദോ നശ്ച നിർവൃതിവാചക തയോരൈക്യം പരം ബ്രഹ്മ കൃഷ്ണ ഇത്യഭിധീയതേ. കൃഷി സത്തയെ ഉണ്മയെ സൂചിപ്പിക്കുന്നതും നകാരം ആനന്ദത്തെ സൂചിപ്പിക്കുന്നതുമായ സച്ചിദാനന്ദ സ്വരൂപൻ എന്നതുകൊണ്ട് കൃഷ്ണൻ എന്ന് അഭിലപത് കില പ്രസിദ്ധമായതോ. ജഗത് അഘകർഷിത്വം ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് കഥയത് വ എന്ന് പ്രസിദ്ധമായതോ ആയ കൃഷ്ണനാമം ഋഷിഹി തേ വ്യതനോത് കൃഷ്ണൻ എന്ന പേര് മഹർഷി അങ്ങേക്ക് നൽകി. അപ്പോൾ കൃഷിധാതു നഗാരാഭ്യാം കൃഷ് എന്ന ധാതു കൊണ്ടും, ധാതു എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ധാതു എന്ന വാക്കിന് മൂലപദം അല്ലെങ്കിൽ ക്രിയാവേര് എന്നാണ് അർത്ഥം. ഭാഷാശാസ്ത്രത്തിലെ അടിസ്ഥാന ഘടകങ്ങളാണ് ധാതുക്കൾ. ധാരയതി ഇതി ധാതു താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നത്. സംസ്കൃതത്തിൽ ക്രിയകൾ എന്ന് പറയുമ്പോൾ വെർബ് ഉണ്ടാകുന്നത് ധാതുവിൽ നിന്നാണ്. ഇപ്പോൾ പഠ് എന്ന ധാതുവിൽ നിന്നാണ് പഠിക്കുക എന്ന വാക്ക് ഉണ്ടായത്. ഗമ് എന്ന ധാതുവിൽ നിന്നാണ് ഗമിക്കുക എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ കൃഷ് എന്ന ധാതു കൊണ്ടും നഗാരം കൊണ്ടും കൃഷ്ണ
കൃഷ്ണ സത്ത് ആനന്ദം എന്ന രൂപത്തെ അറിയിക്കുന്നതോ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ സകല പാപങ്ങളും നശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലോ ഈ രണ്ടർത്ഥത്തിൽ ഏതെങ്കിലും ആവാം ഗർഗ മഹർഷി കൃഷ്ണൻ എന്ന പേര് മഹർഷി ഭഗവാന് നൽകി. ഇവിടെ ഗർഗ മഹർഷി കൃഷ്ണൻ എന്ന് പേരിട്ടത് രണ്ടർത്ഥത്തിലുമാവാം എന്ന് മേൽപ്പത്തൂരിവിടെ രണ്ടർത്ഥം സൂചിപ്പിക്കുകയാണ്. സാന്ദ്രാനന്ദത്തെ സൂചിപ്പിക്കുന്നതും സാന്ദ്രമായ ആനന്ദത്തോടു കൂടിയ എന്നും ആവാം, അതല്ലെങ്കിൽ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നത് എന്നും ആവാം എന്നിവിടെ മേൽപ്പത്തൂര് പറയുകയാണ്. ഇനി ആറാമത്തെ ശ്ലോകം. അന്യാംശ നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗതത്വാമപ്രകാശയൻ പിത്രേ. പദം മുറിച്ച് പറയാം. അന്യാംശ്ച അന്യാൻ ച അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവൻ അഗ്രജേ ച രാമ ആദീൻ അതിമാനുഷ അനുഭാവം ന്യഗതത് ത്വാം അപ്രകാശയൻ പിത്രേ. അന്യാൻ നാമഭേദാഞ്ച മറ്റുള്ള നാമവിശേഷങ്ങളെയും അഗ്രജേ രാമാദീൻ ച ജ്യേഷ്ഠനിലെ രാമാദിനാമങ്ങളെയും വ്യാകുർവൻ വ്യാകരിക്കുന്നവനായിട്ട് പിത്രേ ത്വാം അപ്രകാശയൻ അച്ഛന് അങ്ങയെ പ്രകാശിപ്പിക്കാതെ ഈശ്വരനാണെന്ന് നന്ദഗോപർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിമാനുഷ അനുഭാവം മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനാണെന്ന് നിഗതത് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ജ്യോതിശാസ്ത്രം ഹൃദിസ്ഥമാക്കിയിട്ടുള്ള ഗർഗ മഹർഷി ഭഗവാന് വാസുദേവൻ മുതലായ മറ്റുള്ള നാമവിശേഷങ്ങളെയും എന്ന് പറയുമ്പോൾ യാതൊരുവനിൽ സകലഭൂതങ്ങളും വസിക്കുന്നുവോ സകലഭൂതങ്ങളും യാതൊന്നിൽ വസിക്കുന്നുവോ അവൻ വാസുദേവൻ എന്നിങ്ങനെ ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുദസ്യത്തെ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഹ. ഭാഗവതം. ഗർഗ മഹർഷി നന്ദഗോപരോട് പറയാണ്, നിന്റെ പുത്രൻ്റെ ഗുണങ്ങളും കർമ്മങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് അനേക രൂപങ്ങളും നാമങ്ങളും അവനുണ്ട്. അവയെല്ലാം ഞാൻ അറിയുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്ക് അത് അറിയില്ല. അഗ്രജേ രാമാദീൻ ച വ്യാകുർവൻ അങ്ങയുടെ ജ്യേഷ്ഠന് ഗർഗ മഹർഷി ഗുണങ്ങളെയും കർമ്മങ്ങളെയും അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വാത്സല്യാദി ഗുണങ്ങളാൽ ലോകത്തെ രമിപ്പിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് രാമൻ എന്നും സാധാരണക്കാരിൽ വച്ച് ബലം അധികമുള്ളതുകൊണ്ട് ബലൻ എന്നും ജനങ്ങൾ വിളിക്കും. തമ്മിൽ കലഹിക്കുന്നവരെ അന്യോന്യം യോജിപ്പിക്കും, തമ്മിൽ കൂട്ടിച്ചേർക്കും, സംഘർഷിക്കും. അപ്പം എന്നതുകൊണ്ട് സംഘർഷണൻ എന്നും പേര്. ജ്യോതിശാസ്ത്ര വിദഗ്ധനായ ഗർഗമുനി ഭഗവാന്റെ ജാതകം നോക്കിയിട്ട് മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോടു കൂടിയവനാണ് എന്ന് മാത്രം പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതല്ലാതെ ഗുരുവായൂരപ്പ അങ്ങ് ഈശ്വരനാണെന്ന കാര്യം ഗർഗ മഹർഷി നന്ദഗോപരോട് വെളിപ്പെടുത്തിയില്ല. ഇനി ഏഴാമത്തെ ശ്ലോകം. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സ നമായികൈ പുനഃശോകൈ ദ്രുഹ്യതി യഃ സ തു നശ്യേദിത്യവദത്തേ മഹത്വം ഋഷിവര്യ. പദം മുറിച്ച് പറയാം. സ്നിഹ്യതി യഹ തവ പുത്രേ മുഹ്യതി സ ന മായികൈഃ പുനഃ ശോകൈഃ ദ്രുഹ്യതി യഹ സ തു നശ്യേത് ഇതി അവദത് തേ മഹത്വം ഋഷിവര്യഃ. യഹ തവ പുത്രേ യാതൊരുവനാണോ അങ്ങയുടെ പുത്രനിലെ സ്നിഹ്യതി
സ്നേഹം വയ്ക്കുന്നത് സഹ പുനഃ മായികൈഹി ശോകൈഹി ന മുഹ്യതി. അവൻ പിന്നീട് മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളാൽ മോഹിക്കുന്നില്ല. യഹ ദ്രുഹ്യതി, യാതൊരുവനാണോ ദ്രോഹിക്കുന്നത്, ഈ കുഞ്ഞിനെ ദ്രോഹിക്കുന്നത്, സ തു അവനാകട്ടെ നശ്യതി നശിക്കുന്നു. ഇതി തേ മഹത്വം എന്നിങ്ങനെ അങ്ങയുടെ മഹത്വത്തെ ഋഷിവര്യ ഋഷിശ്രേഷ്ഠൻ അവതത് പറഞ്ഞു. അപ്പോൾ ഗർഗ മഹർഷി പറയാണ്, ആരാണോ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നത് അവൻ പിന്നീട് ദുഃഖിക്കുന്നില്ല. ആരാണോ അവനെ ദ്വേഷിക്കുന്നത് അവൻ നാശത്തിലേക്ക് വഴുതി വീഴുന്നു എന്ന് പറയുമ്പോൾ ഭഗവത് ഭക്തന്മാർ മായയെ മറികടന്ന് മുക്തിയെ പ്രാപിക്കുമെന്നും ഭഗവത് ദ്വേഷികൾ വീണ്ടും വീണ്ടും പല പല ജന്മങ്ങളിലൂടെ കടന്നു പോകും എന്ന് ഗർഗ മഹർഷി ഇവിടെ പറയാതെ പറയുന്നു. ഇനി 8ാമത്തെ ശ്ലോകം. ജ്യേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഋഷിരുചേ. പദം മുറിച്ച് പറയാം. ജ്യേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകം അമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിः അസ്യ ഇതി ഭവത് വിഭൂതിം ഋഷിഃ ഊചേ. ബഹുതര ദൈത്യാൻ ജയിഷ്യതി, വളരെയധികം ദൈത്യന്മാരെ ജയിക്കും. അതുപോലെ തന്നെ നിജ ബന്ധുലോകം അമലപദം നേഷ്യതി, സ്വന്തം ഇഷ്ടജനങ്ങളെ അമലപദം ദുഃഖരഹിതമായ സ്ഥാനത്തെ നേഷ്യതി എത്തിക്കും, ആ സ്ഥാനത്തിൽ എത്തിക്കും. അസ്യ സുവിമല കീർത്തിഹി, ഉണ്ണിയുടെ അത്യന്ത നിർമ്മലങ്ങളായ പ്രസിദ്ധിയെ ശ്രോഷ്യസി അങ്ങ് കേൾക്കും. ഇതി ഭവത് വിഭൂതിം എന്നിങ്ങനെ അങ്ങയുടെ വിഭൂതികളെ ഋഷിഹി ഊചേ ഗർഗ മഹർഷി പറഞ്ഞുകൊടുത്തു. അപ്പോൾ ഗർഗ മഹർഷി പറയാണ്, നിങ്ങളെ രക്ഷിക്കാൻ വിഷ്ണു തന്നെ പുത്രനായി വന്നിരിക്കുന്നത് കൊണ്ട് കംസാദി ശത്രുക്കൾക്ക് ഇനി ഉപദ്രവിക്കാൻ സാധിക്കില്ല. വിഷ്ണു ഭക്തന്മാരെ കാമക്രോധാദി വൃത്തികളാകുന്ന ഉള്ളിലെ ശത്രുക്കൾക്കും അതുപോലെ പുറമേയുള്ള ദുർജനങ്ങളായ ശത്രുക്കൾക്കും ഉപദ്രവിക്കാൻ വിഷ്ണു ഭക്തന്മാരെ ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ ഗർഗാചാര്യര് നന്ദഗോപരോട് പറയാതെ പറയാണ്, ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കും, തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും, ഈ ഉണ്ണിയുടെ അത്യന്ത നിർമ്മലമായ കീർത്തികളെ അങ്ങ് കേൾക്കും എന്നിങ്ങനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ഗർഗ മഹർഷി ഇങ്ങനെ പറഞ്ഞുകൊടുത്തു. ഇനി 9ാമത്തെ ശ്ലോകം. അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തമത്ര തിഷ്ടധ്വം ഹരിരേവേത്യനഭിലഭന്നിത്യാദി ത്വാം അവർണയത് സമുനിഃ. പദമുറിച്ച് പറയാം. അമുന ഏവ സർവദുർഗം തരിതാസ്തകൃതാസ്തം അത്ര തിഷ്ടധ്വം ഹരിഃ ഏവ ഇതി അനഭിലഭൻ ഇത്യാദി ത്വാം അവർണയത് സ മുനിഃ. അമുന ഏവ സർവദുർഗം തരിതാസ്ത, ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ സർവബുദ്ധിമുട്ടുകളെയും നിങ്ങൾ തരണം ചെയ്യും. അത്ര കൃതാസ്തം തിഷ്ടധ്വം, ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരുന്നു കൊള്ളുക. ഇത്യാദി എന്നിങ്ങനെ ഹരിഹി ഏവ ഇതി അനഭിലഭൻ, ഗുരുവായൂരപ്പ അങ്ങ് ഹരി തന്നെ എന്ന് തുറന്നു പറയാതെ സഹ മുനിഹി, ആ മുനി ത്വാം അവർണയത് അങ്ങയെക്കുറിച്ച് വർണ്ണിച്ചു. അപ്പോൾ ഇവിടെ ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇവനെ സ്നേഹിച്ച എന്ന് പറയുമ്പോൾ ഇവനിൽ തന്നെ നിങ്ങൾ ഇവനെ സ്നേഹിച്ച് ഇവനിൽ തന്നെ മനസ്സിരുത്തിക്കൊള്ളുക. ഇത്യാദി ഹരിഹി ഏവ ഇതി അനഭിലഭൻ, ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ഇത് ശ്രീഹരിയാണെന്ന് തുറന്നു പറയാതെ അവതാര രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഗർഗമുനി അങ്ങയെക്കുറിച്ച് വർണ്ണിച്ചു എന്ന് പറയുമ്പോൾ പറയാതെ പറഞ്ഞു. ആ ഭഗവാന്റെ മഹത്വങ്ങൾ പറയാതെ പറഞ്ഞു എന്നർത്ഥം. ഇനി 10ാമത്തെ ശ്ലോകം. ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. പദം മുറിച്ച് പറയാം. ഗർഗേ അഥ നിർഗതേ അസ്മിൻ നന്ദിത നന്ദ ആദി നന്ദ്യമാനഃ ത്വം മദ്ഗതം ഉദ്ഗത കരുണഃ നിർഗമയ ശ്രീ മരുത്പുരാധീശ. ശ്രീ മരുത്പുരാധീശ അസ്മിൻ ഗർഗേ നിർഗതേ. ഗുരുവായൂരപ്പ, ഗർഗമഹർഷി അവിടെ നിന്ന് പോയപ്പോൾ നന്ദിത നന്ദാദി നന്ദ്യമാനഃ ത്വം, സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അഭിനന്ദിക്കപ്പെട്ട അവിടുന്ന് ഉദ്ഗത കരുണഃ, ഉള്ളിൽ നിറഞ്ഞ കരുണയോടുകൂടി മദ്ഗതം നിർഗമയ, എൻ്റെ രോഗം മാറ്റിത്തരണേ. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ ആ ഗർഗമഹർഷി പോയതിന് ശേഷം സന്തുഷ്ടരായ നന്ദൻ മുതലായവർ നല്ലതുപോലെ താലോലിക്കപ്പെട്ട അവിടുന്ന് ഉള്ളിൽ നിറഞ്ഞ കരുണയോടുകൂടി എൻ്റെ രോഗത്തെയും കൂടി മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയോടെ 44ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.